തെരഞ്ഞെടുപ്പുകളിൽ ഏത് രാഷ്ട്രീയ കക്ഷിയും അവരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് വിജയ സാധ്യതയുടെ അടിസ്ഥാനത്തിലാണ്. ചിലപ്പോൾ മറ്റു ചില പരിഗണനകൾ വന്നേക്കാം. വിജയ സാധ്യതയ്ക്ക് അപ്പുറത്ത് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ചില സ്ഥാപിത താല്പര്യങ്ങൾ, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ചിലരെ ഒതുക്കാനും അല്ലെങ്കിൽ ചിലരെ ഉയർത്താനും വേണ്ടിയുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ ഉണ്ടാവാം. നമ്മുടെ ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ചില സ്ഥാനാർത്ഥികളെ കുറിച്ച് അത്തരത്തിലുള്ള ചില വിശകലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് CPM-ലെ 2-3 സ്ഥാനാർത്ഥികളെ കുറിച്ചാണ് അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ സംഭവിച്ചത്. അതിലൊന്ന് വടകരയിൽ മത്സരിക്കുന്ന നമ്മുടെ ശൈലജ ടീച്ചറാണ്. ശൈലജ ടീച്ചർ കഴിഞ്ഞ മന്ത്രിസഭയിലെ ഏറ്റവും പേരെടുത്ത മന്ത്രിമാരിൽ ഒരാളാണ്. കോവിഡ് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അവര് മറ്റു സംസ്ഥാനങ്ങളിലെ ആരോഗ്യമന്ത്രിമാരെക്കാൾ കൂടുതൽ ഒരു പ്രതിച്ഛായ ഉണ്ടായി. ശൈലജ ടീച്ചർ എന്താണ് ചെയ്തതെന്ന് എനിക്കിപ്പോഴും വ്യക്തമല്ല. അതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. എങ്കിലും അതിന്റെ പേരിൽ മക്സാസെ അവാർഡ് ലഭിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. പക്ഷെ അത് നടന്നില്ല. അതെങ്ങനെയാ? ഇവിടെ കളം നിറഞ്ഞ് കളിക്കുന്ന ക്യാപ്റ്റൻ ഉള്ളപ്പോൾ ഫോർവേഡ് കളിച്ചതിന്റെ പേരിലൊരു കളിക്കാരന് മാത്രം കപ്പ് കൊടുക്കാൻ പറ്റില്ല. അത് പറ്റില്ല എന്ന് അത് ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചതാണ്. ഈ മക്സാസെ എന്നൊക്കെ പറഞ്ഞാൽ പിന്തിരിപ്പൻ ബൂർഷ്വ ഏർപ്പാടാ. അത്തരത്തിലുള്ള അവാർഡുകളൊന്നും തന്നാലും സ്വീകരിക്കത്തില്ല, സ്വീകരിക്കാനോട്ട് സമ്മതിക്കത്തുമില്ല. അന്ന് പുറത്തേക്ക് അടിച്ചു കളഞ്ഞ പന്ത് എവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ട് പോലുമില്ല. അതിനുശേഷവും ടീച്ചറെ ജയിച്ചു, മട്ടന്നൂരിലും ജയിച്ചു. അങ്ങനെ സീറ്റ് അങ്ങോട്ട് കൊടുക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. പ്രായപരിധിയില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന്റെ എണ്ണം അത് അവർക്ക് ബാധകമായിരുന്നില്ല. മത്സരിച്ചു, ജയിച്ചു. പക്ഷേ അവര് ഈ മന്ത്രിസഭയിലെ 2ാമത്തെ മന്ത്രി ആവേണ്ടതാ. പക്ഷെ ആയില്ല. ഒരു സാധാരണ MLA ആയിട്ട് തുടരുകയാണ്. ഇനി നാളെ കേരളം ഒരു പക്ഷേ CPM-ന്റെ ഒരു മുഖ്യമന്ത്രിയായി, പിണറായി വിജയന് ശേഷം ഉള്ള ഒരു മുഖ്യമന്ത്രിയായി പല CPM പ്രവർത്തകരും കേരളത്തിലെ മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ടവരൊക്കെ കണക്ക് കൂട്ടുന്ന ഒരാളാണ് ശൈലജ ടീച്ചർ. പക്ഷെ അതൊന്നും വേണ്ട എന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ചു. അവരെ നമ്മൾ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുക. അവർ സമർത്ഥയാണല്ലോ. അവർ ലോക്സഭയിൽ കേരളത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കട്ടെ, പാർട്ടിക്ക് വേണ്ടി വാദിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ലോക്സഭയിലേക്ക് വിടാം എന്നാണ് ഒരു തീരുമാനം. അത് നമ്മൾ ഇംഗ്ലീഷിൽ കിക്കിംഗ് ടു ദ അപ്സ്റ്റേഷൻ എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെയാണ് ആലത്തൂരിൽ K. രാധാകൃഷ്ണൻ സ്പീക്കറായിട്ടും മന്ത്രിയായിട്ടും നല്ല പേരെടുത്ത ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ടീച്ചറെ കുറിച്ച് ഈ PP കിറ്റ് എന്നൊക്കെ പറഞ്ഞ ചില അഴിമതി ആരോപണങ്ങളൊക്കെ വന്നെങ്കിലും രാധാകൃഷ്ണൻ വളരെ വളരെ ക്ലീനാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ്. ഒരുപക്ഷെ അദ്ദേഹവും ഭാവിയിലെ ഒരു മുഖ്യമന്ത്രിയായിട്ട് കണക്കാക്കപ്പെടുന്ന ആളാ. ടീച്ചർ കേരളത്തിലെ ആദ്യത്തെ സ്ത്രീ മുഖ്യമന്ത്രി എന്നാണ് പലരും പ്രതീക്ഷിക്കുന്നതെങ്കിൽ രാധാകൃഷ്ണനെ കേരളത്തിലെ ആദ്യത്തെ ദളിത് മുഖ്യമന്ത്രി എന്ന നിലയിലാണ് കാണുന്നത്. അപ്പോഴും പാർട്ടി തീരുമാനിച്ചു വരട്ടെ, അല്പം കൂടെ കഴിയട്ടെ, ചെറുപ്പമല്ലേ. അപ്പം ഡൽഹിയൊക്കെ പോയി ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് പാർലമെന്റിലൊക്കെ ഒന്ന് പ്രവർത്തിച്ച് പെരുമാറി ഒരു കുറച്ചുകൂടെ പരിശീലനം നേടി വരട്ടെ. അവിടെയാണെങ്കിൽ നമ്മുടെ ജോൺ ബ്രിട്ടാസ് ഒക്കെ അദ്ദേഹം അത്തരം കാര്യങ്ങളൊക്കെ രാധാകൃഷ്ണനെ പഠിപ്പിച്ചുകൊള്ളും. അപ്പം അത് കഴിഞ്ഞു വന്നിട്ട് നമുക്ക് ആലോചിച്ചാൽ മതി. അങ്ങനെയാണ് രാധാകൃഷ്ണൻ തട്ടപ്പുറത്തേക്ക് തട്ടപ്പെട്ടവനെ പോലെ ഇങ്ങനെ ആലത്തൂരിൽ മത്സരിക്കുന്നത്. പത്തനംതിട്ടയിലെ തോമസ് ഐസക്കിന്റെ കാര്യത്തിൽ അത്രയ്ക്ക് നമുക്ക് പറയാനില്ല. കാരണം അദ്ദേഹം നിയമസഭാംഗം പോലും അല്ല. സീറ്റ് കിട്ടിയില്ല. അത് പിന്നെ എത്ര തവണ മത്സരിച്ചു എന്നത് സംബന്ധിച്ച ഒരു പരിധിയുടെ പേരിലാണ്. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ലോക്സഭയിലേക്ക് ഒരു സീറ്റ് കിട്ടിയത് തന്നെ സന്തോഷം. ഒരു ബോണസ്, ഒരു ലോട്ടറി. ജയിക്കുകയാണെങ്കിൽ 5 വർഷം MP ആയിട്ടൊക്കെ ഡൽഹിയിൽ തങ്ങാം. അദ്ദേഹം പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അപ്പം പാർട്ടി സെന്ററുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കാം. അങ്ങനെ ഈ 2-3 സ്ഥാനാർത്ഥികളുടെ കാൻഡിഡേച്ചർ അല്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പലരും സംശയത്തോടെയൊക്കെ വീക്ഷിച്ചതാണ്. പക്ഷെ നമ്മളെ ഞെട്ടിച്ചത് ഒന്നുമല്ല. കാരണം ഇവരുടെയൊക്കെ കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ആലോചനകൾ നടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ നമ്മളെ ഞെട്ടിച്ചത് വയനാട്ടിലെ BJP സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനെയാണ് ഇത്രനാൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ പാർട്ടിയുടെ വയനാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ BJPയുടെ സംസ്ഥാന
പ്രസിഡന്റ് മത്സരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അവിടേക്കാണ് കെ സുരേന്ദ്രനെ നിയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. വസ്തുത അദ്ദേഹം കേരളം മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഏകോപിപ്പിക്കേണ്ട ഒരാളാണ്. വേറെ ആരാണുള്ളത് ഇപ്പോ മത്സര രംഗത്തല്ലാത്ത നേതാക്കൾ? ഇപ്പോൾ സുരേന്ദ്രൻ കൂടെ മത്സരിക്കാൻ ഇറങ്ങുന്നതോടെ കുമ്മനം രാജശേഖരനും മേജർ റിവ്യൂ ഒക്കെ മാത്രമേ പുറത്തുള്ളൂ. രാജേട്ടന് അത്ര നല്ല ആരോഗ്യമില്ല. എല്ലാ മണ്ഡലങ്ങളിലും കൂടി നടക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോ കുമ്മനം രാജശേഖരനും മേജർ റിവ്യൂ മാത്രം വിചാരിച്ചാൽ രണ്ടും കൂടുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാന്റെ യുക്തി മനസ്സിലാകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുരേന്ദ്രന് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല സ്ഥാനാർത്ഥിയാവാൻ. പിതാവെ, കഴിയുമെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഈ പാനപാത്രം എടുത്തു മാറ്റണമേ എന്ന് അദ്ദേഹം യാചിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അദ്ദേഹം വിലപ്പോയില്ല. പ്രസാദ് കുഞ്ഞാടിനെ കൊടുക്കാൻ തന്നെയായിരുന്നു പാർട്ടിയുടെ തീരുമാനം. ഇതിലെ യുക്തിയാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിക്ക് വേണ്ടി സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുകയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ട ഒരാളാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ നേടിയത് 2,97,396 വോട്ടാണ്. ശബരിമല പ്രക്ഷോഭത്തിനെയൊക്കെ ശേഷമായിരുന്നു. ശബരിമല സമരത്തിന് നേതൃത്വം കൊടുത്തവരിൽ ഒരാളായിരുന്നു സുരേന്ദ്രൻ. ഏതാണ്ട് ഇത്രയും വോട്ടുകൾ നേടിയ ഒരു നേതാവ്. ഇപ്പൊ ഇവിടെ അനിൽ ആന്റണിയാണ് മത്സരിക്കുന്നത്. ആന്റണിക്ക് ഇത്രയൊക്കെ വോട്ട് കിട്ടുക എന്നുള്ള കാര്യം സംശയമാണ്. എങ്കിലും 2 ലക്ഷത്തിലേറെ, 3 ലക്ഷത്തിനടുപ്പിച്ച് വോട്ട് നേടിയ ഒരു നേതാവ് പത്തനംതിട്ടയിലൊക്കെ സഞ്ചരിച്ച് പറയണ്ടേ, കഴിഞ്ഞ തവണ നിങ്ങൾ എനിക്ക് ഇത്രയും വോട്ട് തന്നാണ്, നിങ്ങൾ ഇത്തവണ അനിൽ ആന്റണിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഉള്ള ഒരു നേതാവാണ് അദ്ദേഹം. അതിനുപോലും അദ്ദേഹത്തിന് സാഹചര്യമില്ല. ഇത് വയനാട്ടില, ഹെലികോപ്റ്ററിലെത്തിയാൽ പോലും ഇവിടെ അദ്ദേഹത്തിന് സമയത്ത് വരാൻ സാധിക്കില്ല. ഇവിടെ നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ വന്നപ്പോൾ BJP 2 അക്കം കടക്കുമെന്ന് പറഞ്ഞത് സുരേന്ദ്രനെ കണ്ടും വിശ്വസിച്ചുമായിരുന്നു. 2 എണ്ണമെങ്കിലും നമ്മൾ നേടിക്കൊടുക്കണ്ടേ മോദിജിക്ക്? അത് മാത്രമല്ല, ദേശീയ തലത്തിൽ 400 സീറ്റിലേറെ നമ്മൾ പിടിക്കുമ്പോൾ കേരളത്തിന്റെ വിഹിതമായിട്ട് ഒരു 2 സീറ്റ് ഉണ്ടാവണ്ടേ? അതിനുള്ള പ്രവർത്തനങ്ങളെ ഇനി ആര് ഏകോപിപ്പിക്കും, ആരാണ് അതിനൊക്കെ നേതൃത്വം കൊടുക്കുക എന്ന സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. സുരേന്ദ്രനെ വയനാട് മണ്ഡലത്തിൽ തളച്ചിടുന്നതിന്റെ യുക്തി നമുക്കാർക്കും മനസ്സിലാകുന്നില്ലെങ്കിലും പാർട്ടിയിലെ ബുദ്ധിജീവികൾക്ക് ചില ന്യായങ്ങൾ മുന്നോട്ട് വയ്ക്കാനുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത്, വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ വയനാട് മണ്ഡലത്തിൽ തന്നെ തളച്ചിടാനുള്ള ഒരു തന്ത്രമാണ്. ഇപ്പൊ ഇന്ത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും ഒരു പ്രധാന നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം വയനാട്ടിൽ അങ്ങനെ മുഴുവൻ സമയം നിന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല. അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിൽ, മറ്റ് മണ്ഡലങ്ങളിലൊക്കെ പോയി പ്രചാരണം നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ തന്നെ പിടിച്ചിടണം. അതിന് കെ സുരേന്ദ്രനെ പോലെ ഒരാളെ മത്സരിപ്പിച്ചാലേ സാധിക്കൂ. അതാണ് ചില ബുദ്ധിജീവികളുടെ കണക്കുകൂട്ടൽ. ഇന്ന് കേരളത്തില് UDF ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള സീറ്റ് എന്ന് പറയുന്നത് വയനാടാണ്. അവിടെ ഇക്കുറി കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾക്ക് വലിയ സ്വാധീനവും വോട്ടും ഉള്ള ഒരു മണ്ഡലമാണ്. അവിടെയാണ് രാഹുൽ ഗാന്ധിയെ തളച്ചിടാൻ സുരേന്ദ്രനെ BJP അവതരിപ്പിക്കുന്നത്. മറ്റൊരു കൂട്ടർ പറയുന്നത്, പല വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളും കേരളത്തിൽ BJPക്കുണ്ട്. തിരുവനന്തപുരം പോലെ, അല്ലെങ്കിൽ തൃശ്ശൂർ പോലെ, ആറ്റിങ്ങൽ പോലെ, അങ്ങനെ 10 സീറ്റ് നേടുമെന്നാണല്ലോ മോദിജി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ വിജയസാധ്യതയുള്ള സീറ്റുകളിൽ കെ സുരേന്ദ്രന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം കൂടുതൽ ഊർജം പകരും, വിജയത്തിന് കൂടുതൽ ഊർജം പകരും. ആ ഭാഷ ഞാൻ അതേപടി പറഞ്ഞതാണ്. എനിക്കൊരു അർത്ഥം ഇതുവരെ മനസ്സിലായില്ല. ഈ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടെ അർത്ഥവത്തായിട്ടുള്ള ഒരു പ്രയോഗം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവക ന്യായങ്ങളാണ് ഇപ്പോൾ പാർട്ടിയുടെ ബുദ്ധിജീവികൾ, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പേന കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ ലേഖകന്മാരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ BJPക്ക് പോലും, അല്ലെ BJP പ്രവർത്തകർക്ക് പോലും സുരേന്ദ്രനെ ഇപ്പോൾ ഈ
ദശാസന്ധിയിൽ വയനാട്ടിൽ തളച്ചിടുന്നതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. അതിന്റെ യുക്തി മനസ്സിലാവുന്നില്ല. 2009 വയനാട് മണ്ഡലം നിലവിൽ വരുന്നത്. ആ തിരഞ്ഞെടുപ്പിൽ 31,687 വോട്ടാണ് BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. 2014 അത് വർദ്ധിച്ചു, 80,752 വോട്ട് ലഭിച്ചു. 2019 BDJSന്റെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളപ്പള്ളിയായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് ലഭിച്ചത് 78,809 വോട്ട്. ഇതാണ് വയനാടിന്റെ ഒരു കണക്ക്, വയനാടിന്റെ ഒരു സാധ്യത. അവിടേക്കാണ് സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായിട്ട് ചെല്ലുന്നത്. ഈ കണക്കുകൾ പ്രസിദ്ധീകരിച്ച ഒരു പത്രം തന്നെ ഇന്നൊരു ശീർഷകം നൽകിയത് വിറപ്പിക്കുമോ അതോ വിറയ്ക്കുമോ. അതായത് സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം UDFനെ വിറപ്പിക്കുമോ എന്നുള്ളത്. നമ്മൾ രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതുമ്പോഴും അവയ്ക്ക് ശീർഷകങ്ങൾ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹെഡിങ്ങിന് ഒരു ഗുമ്മൊക്കെ വരുന്നത് നല്ല കാര്യമാണ്, പക്ഷേ വസ്തുക്കളോട് അല്പം ചേർന്ന് നിൽക്കുന്നതായിരിക്കും നല്ലത്. സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച പ്രഖ്യാപനം വന്നതിന് ശേഷം സുരേന്ദ്രൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയും ആനി രാജയും ടൂറിസ്റ്റ് വിസയിലാണ് വരുന്നത്, ഞാൻ സ്ഥിരം വിസയിലാണ് എന്നാണ്. സർ, എനിക്കൊരു സംശയമുണ്ട്. ഈ ഡൽഹിയിൽ നിന്ന് വരുന്ന ആനി രാജയും രാഹുൽ ഗാന്ധിയും എങ്ങനെയാണ് ടൂറിസ്റ്റ് വിസക്കാരാകുന്നത്? നമ്മുടെ രാജ്യം, ഒരൊറ്റ ഇന്ത്യ, അതൊക്കെയല്ലേ നമ്മുടെ ദേശീയ നയത്തിന് അനുസൃതമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഡൽഹിക്കാരെ ഇന്ത്യക്കാരല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ആനി രാജയാണെങ്കിൽ ഡൽഹിക്കാരി അല്ല, അവർ ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ ഇരിട്ടിക്കാരിയാണ്. അപ്പൊ അവരെ നമുക്ക് ഒരു ടൂറിസ്റ്റ് വിസക്കാരിയായിട്ട് പറയാൻ പറ്റുമോ? രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ കോൺഗ്രസിന്റെ പരമോന്നത നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തെ നമുക്ക് ഒരു ടൂറിസ്റ്റ് വിസക്കാരനായിട്ട് പറയാൻ പറ്റുമോ? നമ്മുടെ നയത്തിന്, നമ്മുടെ ആദർശങ്ങൾക്ക് ഈ ഡൽഹിയെയും കേരളത്തെയും വേർതിരിച്ച് വിഭജിച്ച് കാണുന്ന രീതി ശരിയാണോ സർ? രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യം എടുക്കുക. അദ്ദേഹം കേരളത്തിൽ താമസിക്കുന്ന ആളല്ലല്ലോ, ബാംഗ്ലൂരിലും ഡൽഹിയിലുമായിട്ട് താമസിക്കുന്ന അദ്ദേഹം ഇവിടെ വന്ന് മത്സരിക്കുന്നു. ആരും പറഞ്ഞില്ലല്ലോ അദ്ദേഹം ടൂറിസ്റ്റ് വിസയിലാണ് വരുന്നതെന്ന്. അനിലാനന്ദി AK-യുടെ മകനാ, പക്ഷെ അദ്ദേഹം എത്രയോ കാലമായിട്ട് ഡൽഹിയിൽ സ്ഥിരതാമസമാണ്. അദ്ദേഹത്തെ ആരും ടൂറിസ്റ്റ് വിസക്കാരനായിട്ട് നമ്മൾ പറയുന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രി മോദിജി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് 2 തവണ ഇവിടെ വന്നു, പ്രസംഗിച്ചു. അദ്ദേഹം ടൂറിസ്റ്റ് വിസയിലാണ് കേരളത്തിൽ വന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ താങ്കൾ തന്നെ സുരേന്ദ്രൻ കോഴിക്കോട് ഉള്ളിയേരി സ്വദേശിയാണ്. അദ്ദേഹം കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലാണ് പഠിച്ചത്. പക്ഷെ അദ്ദേഹം ആദ്യമായിട്ടൊരു രാഷ്ട്രീയ പദവി ഏറ്റെടുക്കുന്നത് യുവമോർച്ചയുടെ വയനാട് ജില്ലാ പ്രസിഡന്റായിട്ടാണ്. അപ്പം കോഴിക്കോടുകാരനായ സുരേന്ദ്രൻ വയനാട്ട് ടൂറിസ്റ്റ് വിസയിൽ പോയാണോ ഈ യുവമോർച്ചയുടെ പ്രസിഡന്റായത്? അത് മാത്രമല്ല കാര്യം സർ, നമ്മൾ അഖണ്ഡ ഭാരതത്തിന് വേണ്ടി പോരാടാൻ നിൽക്കുക. അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞാല് ബർമ്മ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബലൂചിസ്ഥാൻ, ഈ വക രാജ്യങ്ങളെല്ലാം ചേർന്ന നമ്മുടെ പഴയ അഖണ്ഡ ഭാരതം. ഇതിൽ നേപ്പാളും ഭൂട്ടാനൊക്കെ വരുമോന്ന് പഴയ അഖണ്ഡ ഭാരതത്തിന്റെ മാപ്പ് നോക്കേണ്ടി വരുമെന്ന് സമയം കിട്ടിയില്ല. അപ്പോൾ നമുക്കിവിടെ ചില ജോലികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. ഭരണഘടന പറ്റുമെങ്കിലും ഒന്ന് ഭേദഗതിപ്പെടുത്തണം. നമുക്ക് ഈ പൗരത്വ നിയമമൊക്കെ ഒന്ന് നടപ്പിലാക്കി ചില അച്ചടികളെയൊക്കെ ഒഴിവാക്കണം. അതിനുശേഷം നമ്മൾ നേരെ അഖണ്ഡ ഭാരതം രൂപവൽക്കരിക്കാനുള്ള, അല്ലെങ്കിൽ അഖണ്ഡ ഭാരതം എന്ന നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. അപ്പോഴാണ് നമ്മൾ ഈ ഡൽഹിക്കാരെ പോലും വിദേശികളായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നത്. ഇത് ശരിയാണോ? നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പലതും പറയും, പക്ഷെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിനും ആദർശത്തിനും ഒക്കെ യോജിക്കുന്നതാണോ എന്നുകൂടെ നോക്കേണ്ടതല്ലേ?